മറ്റ് ഇൻ്റർവ്യൂകളിൽ ഞാനിത് പറയാത്തതും ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊന്നും പാടില്ല, നജീബ് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ അല്ല എന്ന് ഞാൻ സമ്മതിക്കുക. നമ്മൾ അത്രയധികം ഒരുപാട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുകയും അതിൻ്റെ അകത്ത് 100ക്ക് മേലെ ശതമാനം നിൽക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഡെപ്തിൽ ചിന്തിക്കുന്നതിനെ പോലും അതങ്ങനെയൊന്നും കാണാതൊക്കെ ഏതെങ്കിലും കമൻറ്റുകൾ വരുമ്പം എനിക്കതൊരുപാട് പ്രയാസം ഉണ്ടാക്കും. ഈ പുസ്തകവുമായി സിനിമ കാണാൻ വരല്ലേ പ്രേക്ഷകർ എന്നുള്ളൊരു ആദ്യ തീരുമാനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു നറേഷനിൽ പോലും തുടക്കത്തിൽ പോലും ആ പുസ്തകത്തിലില്ലാത്ത സീനുകളോടുകൂടിയാണ് സിനിമയിലേക്ക് എത്തിക്കുന്നത്. ഇതിലെ നജീബ് നമ്മളെ റിയൽ ഷുക്കൂർ വളരെ ദൈന്യതയുള്ള, അല്ലെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ രൂപത്തിനെ കണ്ടിട്ട് അങ്ങനെ ആകണം എൻ്റെ നജീബ് എന്ന് വിചാരിക്കുന്ന അതിടത്താണ് ഈ അബദ്ധങ്ങൾ തുടങ്ങുന്നത്. അനന്തപത്മനാഭനും ചേച്ചിയും പത്മനാഭ സാറിൻ്റെ വൈഫും ഒക്കെ വായിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ കഥ എന്നുള്ളത് കഥ നിൻ്റെ തന്നെയാണ്, പക്ഷേ ഇതിനെ ഇൻസ്പയർ ചെയ്തതായിട്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സാറിൻ്റെ പേരിൽ അത് കഥ വയ്ക്കാതിരുന്നത്. ഹലോ ബ്ലസി സാർ, വെൽക്കം. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. പടം അതിഗംഭീരമായൊരു സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസ് കൂടെ വരാൻ പോകുന്നു ഇപ്പോൾ നോമ്പ് കഴിയുമ്പോഴേക്കും. എന്താണ് സാർ ഇപ്പോൾ സാറിൻ്റെ മനസ്സിൽ? ഈ അഭിനന്ദനങ്ങൾ വിവേകനും കൂടെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ വിവേകം ഇതിൻ്റെ ഒരു പാട്ടാണല്ലോ. ചിലപ്പം ഇത് കാണുന്ന പ്രേക്ഷകർക്കറിയാം, ഇതിൻ്റെ ഒരു സബ് ടൈറ്റിൽസൊക്കെ എനിക്ക് ചെയ്തു തന്ന് സഹായിച്ചത് വിവേകാണ്. അപ്പം ഇതിൻ്റെ പാട്ടാണ് യു ആർ ഓൾസോ. അപ്പോൾ എന്താണ് സാറിന് ഇപ്പോൾ മനസ്സിലുള്ളൊരു ഫീലിംഗ്? നമുക്ക് സന്തോഷം ഇങ്ങനെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുണ്ടാക്കിയിരുന്ന ഒരു വലിയ ഒരു ഖനമുണ്ടായിരുന്നു. ആ ഖനം ഇങ്ങനെ ഉരുകി തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെയാണല്ലോ അല്ലേ? നമുക്ക് ഏറ്റവും ആദ്യത്തെ വലിയ സന്തോഷം ഇത് സിനിമയായല്ലോ എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ പറയുമായിരുന്നു, ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് വരെയും ഇതിൻ്റെ വിവേക് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് പങ്കാളികളായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്കിൻ്റെ രീതി വെച്ചിട്ട് ഇത് വെരി ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മളിതിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇത്രയും കാലത്തെ ഒരു ഷൂട്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇത് സിനിമയായല്ലോ, ഇതിപ്പം നമ്മുടെ അല്ല, ഇത് പ്രേക്ഷകരുടെ ആയിട്ട് മാറിയ ആ ഒരു പ്രോസസ്സാണ് ഇപ്പം. അത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ആൾക്കാരിലെത്തി, ആൾക്കാർ വളരെ നന്നായി അതിനെ കാണുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. സാറ് ഇതുവരെ സിനിമ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് തിയേറ്ററിൽ പോയി. അതെന്തുകൊണ്ടാണ് സാർ? ഞാൻ അതൊരു സാധാരണ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പൊതുവേ ഞാനൊരു എന്താ പറയുക, എനിക്ക് ഈ കമൻറ്റുകളൊക്കെ കേൾക്കുമ്പം നമ്മൾ അത്രയധികം ഒരുപാട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുകയും അതിൻ്റെ അകത്ത് 100ക്ക് മേലെ ശതമാനം നിൽക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഡെപ്തിൽ ചിന്തിക്കുന്നതിനെ പോലും അതങ്ങനെയൊന്നും കാണാതൊക്കെ ഏതെങ്കിലും കമൻറ്റുകൾ വരുമ്പം എനിക്കതൊരുപാട് പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ട്രെൻഡൊക്കെ അറിഞ്ഞിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഒഴിവാകുന്നത്. പക്ഷെ പലപ്പോഴും തിയേറ്ററിൽ സിനിമ കാണാറില്ല, വളരെ അപൂർവമായിട്ട് മാത്രം. എൻ്റെ ഓർമ്മയിൽ തന്നെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കാണണമെന്നുണ്ട്, വരട്ടെ. ഇപ്പോൾ സാറ് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഇമേജിൽ നിന്നാണ് സാറിൻ്റെ കൂടുതൽ കഥകളും ഫോമായി വന്നിട്ടുള്ളതെന്ന്. ഇപ്പോൾ ആടുജീവിതം നോവൽ വായിക്കുമ്പോൾ ഏതാണ് സാറിൻ്റെ മനസ്സിൽ ഇത് സിനിമയായിട്ട് വരുമ്പോൾ സിനിമയിലേക്ക് പോകാനുള്ള ഒരു ആദ്യത്തെ ഒരു ഫ്രെയിമായിട്ട് മനസ്സിൽ വന്നത് ഏതായിരിക്കും? ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ കൂടുതൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കഥയും അതിൻ്റെ കുറിച്ച് ഒരു ലൊക്കേഷനോ മറ്റെന്തെങ്കിലും ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയിൽ നിന്നെടുക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമയ്ക്കാണ് അത്തരം ഫ്രെയിംസിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പം കാഴ്ചയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കഥ എന്താണ്, എങ്ങനെയാണെന്നുള്ളതിനൊരു കൃത്യമായി എത്തുന്നതിന് മുമ്പ് ഒരു വള്ളത്തിൻ്റെ മുനമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടിയും അയാളുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ അയാളുടെ പരിസരത്തേക്ക് വീഴുന്ന ഒരു റിഫ്ലക്ഷനുണ്ട് ഒരു സിനിമയുടെ എന്ന് പറയുന്ന ഒരു ഫ്രെയിമാണ് അത് വരുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ അപ്പുറത്തൊരു പ്രൊജക്ഷൻ നടക്കുന്നു, കാര്യങ്ങൾ. ഈ കുട്ടി തനിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന ഉണ്ണിവാവോ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു പാട്ടാണെങ്കിൽ ഇങ്ങനെ അതിൽ നിന്ന് നമ്മൾ പുറകിലോട്ട് പോകുന്ന കാര്യങ്ങൾ.
തന്മാത്ര ഓഫ് കോഴ്സ് തന്മാത്രയ്ക്ക് ഒരു ഒരു ബേസിക് ഒരു ഓർമ്മ എന്ന് പറയുന്നത്. ഓർമ്മ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിൽ നിന്നാണ് ആ തോട്ട് വരുന്നത്. പക്ഷെ ആ തോട്ട് വരുമ്പം പോലും എന്നെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് വെച്ചാൽ തോന്നിയിട്ടുള്ള ഈ ട്രിവാൻഡ്രത്തും ഒരു കാലത്ത് 10ാം ക്ലാസ് ഭയങ്കര ഈ എക്സാമിനേഷൻ വലിയ ടഫായിരുന്നൊരു കാലഘട്ടം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും മറ്റും ജോലി ചെയ്യുന്ന പേരൻസ് അവധി എടുത്ത് കുട്ടികൾക്കോടൊപ്പം പഠിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രവണതയാണ്. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ ഒരുപാട് കരുതുന്ന സ്നേഹിക്കുന്ന ഒരു ഗൃഹനാഥൻ എന്നുള്ള രീതിയിലാണ് അതൊരു അതിൽ ഫ്രെയിമിനേക്കാൾ നിന്നാണ് അൽഷീമസിലേക്കൊക്കെ പിന്നീട് വരുന്നത്. അതെ അതുകൊണ്ട് അൽഷീമസ് അല്ല ഫസ്റ്റ്. അല്ല അപ്പം അതുകൊണ്ട് തന്നെ ആ കഥ വായിച്ചു. അത് കഥ പിന്നീട് അനന്തപത്മനാഭനും ചേച്ചിയും പത്മനാഭ സാറിൻ്റെ വൈഫും ഒക്കെ വായിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ കഥ എന്നുള്ളത് കഥ നിൻ്റെ തന്നെയാണ്, പക്ഷേ ഇതിനെ ഇൻസ്പയർ ചെയ്തതായിട്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സാറിൻ്റെ പേരിൽ അത് കഥ വയ്ക്കാതിരുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു വെച്ചാൽ ഒരാൾ പല കുടുംബത്തിലും നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മളായിരിക്കും ചെയ്യുന്നത്. അപ്പം വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഒരു ബാങ്കിൽ പോകാൻ പോലും അറിയത്തില്ലായിരിക്കും, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് ചുറ്റും കറങ്ങുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പം അവിടെ ആ ആൾക്ക് സംഭവിക്കുന്ന ഒരു ദുരന്തത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയാണ് ആ കഥയിലേക്കൊക്കെ കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. പളുങ്കിലേക്ക് എത്തുമ്പം എനിക്ക് തോന്നുന്നു ഒരു പത്രത്തിൽ കണ്ട തോളത്തൊരു കുട്ടിയെ എടുത്തുകൊണ്ട് പുഴ കടന്ന് സ്കൂളിലേക്ക് ആക്കാനായിട്ട് പോകുന്ന ഒരാളുടെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് പളുങ്ക് എന്ന് പറയുന്ന സിനിമയുടെ പ്ലോട്ടിലേക്ക് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നതും ഒപ്പം തന്നെ ഈ ആ സമയത്ത് ഒരു 2.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കടത്തിണ്ണയിലിട്ട് ബലാത്സംഗം ഇട്ട് കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരക്കരയിലെ ഒരാളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതും ആ പത്രവാർത്തയും എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കൽക്കട്ട ന്യൂസിലേക്ക് എത്തുമ്പോഴത്തെ ബ്രിട്ടാനിയയുടെ ആണെന്ന് തോന്നുന്നു ഒരു ബിസ്ക്കറ്റിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു, ജബിതി ജയ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ടുമൊക്കെ വെച്ചിട്ട് ഒരു കൽക്കട്ടയുടെ സ്ട്രീറ്റിലെ മഴയത്ത് ഇങ്ങനെ ഒരു ചായ വഴിയിൽ വിൽക്കുന്ന ചായക്കടയിൽ നിന്ന് 2 പേര് ചായ ഒരു മച്ചേർഡായിട്ടുള്ള ഒരു മെയിൽ ഫീമെയിൽ ഒരു ഫാമിലിയാണെന്ന് അറിയത്തില്ല, പക്ഷേ അവിടെ ഈ ബിസ്ക്കറ്റ് 2 പേരും കൂടെ നുണയുന്ന ഒരു ഫ്രെയിമുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് കൽക്കട്ടയിൽ പോയൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭ്രമരത്തിലാണേലും അങ്ങനെ തന്നെയാണ്. ഒരാൾ പെട്ടെന്ന് വീട്ടിലേക്ക് ബെല്ലടിച്ച് കയറി വരുന്നു, അയാൾക്ക് ഭയങ്കര പരിചിതനെ പോലെ വർത്തമാനം പറയുന്നു, അയാളെ പക്ഷെ നമുക്കറിയില്ല, ആ ഒറ്റ നോട്ടാണ് പിന്നീട് കഥ. അപ്പം ഇങ്ങനെയാണ് ഒരു സാധാരണ സിനിമ. ഇപ്പം ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ ഒരു ലെങ്ത് കഥയോടുകൂടിയാണ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കഥയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതായിരുന്നു അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഡിഫറെൻ്റ് ആയിരുന്നു? ഇപ്പോൾ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു വ്യത്യാസമുള്ളൊരു മേഖലയാണല്ലോ. ഇപ്പോൾ മണി സാർ പൊന്നിയിൻ സെൽവൻ ചെയ്തപ്പോൾ പറഞ്ഞു അത് ഒരു ലെജൻഡറി ടെക്സ്റ്റാണ്, അത് ആർക്ക് വേണമെങ്കിൽ എത്ര പേർക്ക് വേണം, മണി സാർ കഴിഞ്ഞാലും വേറെ പലർക്കും ഇൻറ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ ഇത് സാർ റൈറ്റ്സ് വാങ്ങി സാർ തന്നെ വർക്ക് ചെയ്ത് പുതിയൊരു സ്ക്രീൻ പ്ലേ ആക്കി എടുക്കുകയാണ്, ഒരു സാറിൻ്റെ തന്നെ ഒരു വേർഷൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം ഡിഫറെൻ്റ് ആയിരുന്നു സാറിൻ്റെ ഒരു? എനിക്കത് ഈ സിനിമയിൽ ഞാൻ ഏറ്റവും അധികം പല രീതിയിൽ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും അധികം എനിക്ക് സ്ട്രെയിൻ എടുത്തത് ഈ പ്രോസസ്സ് തന്നെയാണ്. കാരണം ഇത് ലോകമെമ്പാടുമുള്ള മലയാളികൾ മാത്രമല്ല പല ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം. ഒരു റീസെൻ്റായിട്ട് 90കളിൽ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എൻ്റെ മുഖ്യ കഥാപാത്രം ജീവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് റിലേറ്റ് ചെയ്യപ്പെടുന്നു, ഒപ്പം തന്നെ ഒരുപാട് വായിക്കപ്പെടുന്നു. നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം രമണന് ശേഷം എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ വായന. അപ്പം ആ വായനയിൽ എല്ലാവരുടെയും മനസ്സിൽ വ്യക്തമായ ചില ഇമേജുകളുണ്ട്. അപ്പം അവർ ഓരോന്നും മനസ്സിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. അപ്പം കാണുന്ന പലരും നമ്മളിത് സിനിമയാക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനകത്ത് ആ സീനില്ലേ ഈ സീനില്ലേ അങ്ങനെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം ഇതിനെ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇതിനെ എങ്ങനെയാണ് മറികടക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ അവരവർ കാണുന്ന ഒരു ഡെസേർട്ടും കാര്യങ്ങളുമുണ്ട്.
അപ്പോൾ അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ടോ നമുക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ മാത്രമേ സിനിമ സക്സസ് ആകത്തുള്ളൂ. കാരണം നമ്മുടെ ഒരു പരിചയം അങ്ങനെയാണ്. അപ്പം പക്ഷെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുസ്തകവുമായി സിനിമ കാണാൻ വരല്ലേ പ്രേക്ഷകർ എന്നുള്ളൊരു ആദ്യ തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു നറേഷനിൽ പോലും തുടക്കത്തിൽ പോലും ആ പുസ്തകത്തിലില്ലാത്ത സീനുകളോടുകൂടിയാണ് സിനിമയിലേക്ക് എത്തിക്കുന്നത്. അതിന് സിനിമയുടെ നറേഷൻ്റെ രീതിയും അതിനെ മാറ്റുകയുണ്ടായി. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഞാൻ കുറച്ചുകൂടെ നജീബിനെ സംസാരിച്ച് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിനോടായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ അതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ എനിക്ക് ബെന്യാമിനോട് പറഞ്ഞു കൊടുത്ത പോലെ അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നജീബ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, കാരണം ചില കാര്യങ്ങളിൽ കുറേ കൂടുതൽ വ്യക്തത ആവശ്യമായിട്ടുണ്ടായിരുന്ന പുസ്തകത്തിൽ ആവശ്യമുണ്ടായിരുന്നിടത്ത് അത് ചില വരികളിൽ കൂടെ പറഞ്ഞു പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നജീബ് ഒരു മണൽ വാരുന്ന തൊഴിലാളിയാണെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ ഒരു മറ്റ് ആക്ടിവിറ്റീസ് എഴുതിയിട്ടില്ല. അയാളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ റിലേഷൻസിനെ കുറിച്ചൊക്കെ വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം എനിക്ക് ഇത് വളരെ ഡ്രൈ ആകാവുന്ന അല്ലെങ്കിൽ ഒരാളുടെ തനിച്ചൊറ്റപ്പെട്ട മരുഭൂമിയിലെ ജീവിതം വളരെ ഇഴഞ്ഞു നീങ്ങാവുന്ന ഒരു ഫ്രെയിമുകളിൽ കൂടെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കഥ. എങ്ങനെ അത്രയും വലിയൊരു ബഡ്ജറ്റ് ചെയ്യുന്നൊരു സിനിമ അതിനെ എങ്ങനെ ആൾക്കാരിലേക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാഗുകളില്ലാതെ കുറച്ചും കൂടെ എൻഗേജിങ് ആക്കുന്ന തരത്തിലേക്ക് സിനിമ പറയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഉത്തരവാദിത്വം തന്നെയായിരുന്നു. അപ്പം അവിടെ എനിക്ക് തോന്നിയത് ഏറ്റവും അധികം ഇയാളുടെ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിൽ പോലും ഞാനിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ നജീബിന് പുസ്തകത്തിലെ നജീബിനെക്കാട്ടും റിയൽ നജീബിനെക്കാട്ടും മറ്റൊരു തലത്തിലേക്കാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നജീബ് നാട്ടിലായിരിക്കുമ്പോൾ നജീബിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് വലിയൊരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടുന്ന നജീബ്. ഇത് ഇയാളുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇയാളുടെ ഹീറോയിസം കാണിക്കാനാണോ അങ്ങനെ ചാടുന്നത്? നമുക്കിപ്പം നാട്ടിൻപുറത്തും പുഴയും ഒക്കെ ആയിട്ട് ജീവിച്ചിരിക്കുന്ന ഒരുപാർക്ക് ഇതിൻ്റെ താഴെ ഇതിൻ്റെ താഴെ കുറച്ച് കുട്ടികൾ ഇന്ന് ചാടുന്നുണ്ട്, ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ നാട്ടിലെ ചേട്ടന്മാർ ഈ കുട്ടികളുടെ അടുത്ത് ഹീറോ ആകാനും അവരെ പഠിപ്പിക്കാനും അപ്പം ഇങ്ങനെ നാടുമായിട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നജീബ്. ചിലപ്പോൾ ആ കുട്ടികൾക്ക് പറഞ്ഞിട്ട് അവർ എളികേറ്റിയിട്ടായിരിക്കും മേലെ കയറി പറ്റണം ചാടണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മേലെ കയറിയിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ഇതൊന്നും വളരെ ഒരു വലിയ ലൗഡായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെങ്കിൽ നോക്കുമ്പോൾ അപ്പം അങ്ങനെയുള്ള ഒരു ആണ് ഇയാൾ. അപ്പം ഇതിലെ നജീബ് നമ്മൾ റിയൽ ഷുക്കൂർ വളരെ ദൈന്യതയുള്ള അല്ലെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ രൂപത്തിനെ കണ്ടിട്ട് അങ്ങനെ ആകണം എൻ്റെ നജീബ് എന്ന് വിചാരിക്കുന്ന ഇടത്താണ് ഈ അബദ്ധങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അവിടെയാണ് ഒരു ഫിലിം മേക്കറിനോടൊരു വിശ്വാസവും ഇല്ലാതെ അയാളുടെ ക്രിയേറ്റിവിറ്റിയോടൊരു വിശ്വാസമില്ലാതെ ഇതൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്ന ഒരാളായിട്ട് മാറ്റം അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫറിൻ്റെ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്നുവെച്ചാൽ വെറും ഒരു എടുത്തു വെക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നതെന്ന് ആഗ്രഹിക്കുന്നത് അടുത്താണ് ഈ തെറ്റ് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നജീബ് ഒരുപാട് നാടിനെ സ്നേഹിച്ചിരുന്നു, നാട്ടുകാരുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മീൻകാരൻ ചോദിക്കുന്നത്, എടാ നിൻ്റെ പൂതി മാറിയില്ല എന്ന് ചോദിക്കുമ്പോൾ അയാളുമായിട്ടും വളരെ സൗഹൃദം ഉള്ളതുകൊണ്ടാണല്ലോ പറഞ്ഞത്. വളരെ പച്ചയായ ഒരു മനുഷ്യനാണ്. എങ്ങനെ ഇവിടെ നാടൻ മാറാതെ എങ്ങനെ എൻ്റെ പൂതി മാറുന്നതെന്ന് പറയുന്ന ഒരു സംഭവം അത്രയും ഫ്രീഡം. അപ്പോൾ അവൾ പറഞ്ഞു എന്തായി കാണിക്കുന്നതെന്ന് വെച്ചാൽ അവൾക്ക് അത്രയും ഇതില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ പുതുപ്പെണ്ണാണ് വരുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാകുന്ന വെച്ചാൽ ഒരുപാട് സീനുകളിലൂടെ പറയാവുന്ന കാര്യങ്ങൾ
വളരെ ലിമിറ്റഡ് സീക്വൻസുകളിലൂടെ നമുക്ക് പറയാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്ക് ആ ഭാഗങ്ങളുടെ ഒരു എഴുത്തിനെ കുറിച്ചൊക്കെ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് പുസ്തകത്തിലില്ലാത്ത കാര്യങ്ങൾ എഴുതുമ്പോഴാണ് കൂടുതൽ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അതിനെ കോർത്തിണക്കാനായിട്ട് നമ്മളും കുറേ കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം ഉണ്ടാവുക. അപ്പം ഈ നജീബിൻ്റെ ഈ ഉപ്പിലിട്ട ഈ മാങ്ങ സൂക്ഷിക്കുന്നിടത്ത് പോലും അയാളുടെ ഇമോഷൻസ് ഉണ്ട്. അയാളുടെ നാടിനോടും വീടിനോടും ഒക്കെ ഉള്ളൊരു ഇമോഷൻ കൊണ്ട് അയക്കുക. അല്ലാതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ നമുക്ക് അയാൾ വെള്ളത്തിൽ മുക്കിയാണ് കുബൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ഇത് എന്നെ നമ്മൾ വടിച്ച് ക്ലീൻ ചെയ്ത് കഴുകി വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. അതെ അതെ. അപ്പോൾ അയാളുടെ അയാൾക്ക് ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഓരോ ദിവസം ഈ മണത്തിലൂടെയാണ്, ഈ രുചിയിലൂടെയാണ്. രുചിച്ചിട്ടുണ്ടാവില്ലല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു 10-20 മാങ്ങയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം പക്ഷേ ഈ മണം എന്ന് പറഞ്ഞത് അയാളിങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് ഒരു കാൽപ്പനികതയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ച മനുഷ്യന് ഇങ്ങനെയൊന്നും പാടില്ല, നജീബ് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ അല്ല എന്ന് ഞാൻ സമർത്ഥിക്കുക. ഞാനങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. നജീബ് വളരെ വളരെ സരസനായ, ഒരുപാട് അങ്ങനെ ആയിരുന്നു, നാട്ടിൽ വെച്ച് അങ്ങനെ ആയിരുന്നു അയാൾ. കൂട്ടുകാരോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന, ഒരു വീടി പോലും വൈലിക്കാത്ത ഒരാളായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അയാളൊരു വളരെ കുടുംബവുമായിട്ടൊക്കെ ചുറ്റുപാടുകളുമായിട്ടൊക്കെ കൂട്ടുകാർ യാത്ര അയക്കാൻ പോകും, ഇറങ്ങി പോകുമ്പോൾ പോലും ആ ഷർട്ടും പാൻറ്റും എടുത്തിരുന്ന ഒരു പ്രതീക്ഷയുടെ ഭാഗമാണ്. അതെ 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 അതെ. അപ്പം അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരാളെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിനൊരു കുറച്ചും കൂടെ ആ ആൾക്ക് കുറച്ചുകൂടെ അയാളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് ഇയാളെ പ്ലേസ് ചെയ്യുന്നു എന്ന് പറയുന്നത് എൻ്റെ സൗന്ദര്യം തന്നെയായിട്ടായിരുന്നു. അതുകൊണ്ട് ഇയാൾ വളരെ മൂകനായി നടക്കുന്ന ഒരാളായിട്ട് കാണണമെന്നില്ല. അപ്പം നജീബ് ആദ്യമായിട്ട് മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ നജീബിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം മറ്റ് ഇൻ്റർവ്യൂകളിൽ ഞാൻ ഇത് പറയാത്തതും ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. സ്ഥിരമായി ഇത് കേൾക്കുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളതാണല്ലോ. അപ്പം ഈ പുതുതായിട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ചിന്ത. കാരണം പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ പറയാതെ പുസ്തകത്തിൽ പറയാത്ത ഇടങ്ങളുണ്ടല്ലോ. അപ്പോൾ പുസ്തകത്തിൽ വളരെ ഡീറ്റെയിലിംഗ് ആകാത്ത കാര്യങ്ങളാണ് നജീബിൻ്റെ കുടുംബവും ചുറ്റുപാടും. അത് ഞാൻ പറയാൻ ശ്രമിച്ചു. അത് കാരണം അത് കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആകണം നജീബിൻ്റെ ജീവിതത്തിന്. അപ്പോൾ നജീബിന് ഇതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, അയാളോടൊപ്പം ജോലി ചെയ്ത ഒരാളുടെ ബോഡി കാണുമ്പോൾ പുസ്തകത്തിൽ നേരെ മസ്രയിൽ ചെന്ന് ഈ കൊച്ചു കഫീലിൻ്റെ അടുത്ത് കാലൊക്കെ കെട്ടിപ്പിടിച്ച് എന്നെ ഒന്നും ചെയ്യരുതേ, ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു സറണ്ടർ ആകുന്ന ഒരു അടിമയാകുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ. അതായത് ഒരു ഭയത്തിലോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അത് ഒരു ഡ്രാമ തന്നെയാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവാം, മറിച്ചും ആകാം. ഇപ്പം പുസ്തകം അങ്ങനെ തന്നെയാണല്ലോ എഴുതി വച്ചിരിക്കുന്നത്, അങ്ങനെയാണല്ലോ വായിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയത് തിരിച്ചാണ്. അയാൾ മരണപ്പെട്ടു, ഞാനിവിടെ നിന്നാൽ എൻ്റെയും അവസ്ഥ അയാളെ പോലെ ആകും. എനിക്കൊരു ജീവിതം ഇനിയുണ്ട്, എൻ്റെ ജീവിതം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ചത്താലും രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ചിട്ടാണ് അയാൾ പോകുന്നത്. അപ്പം തന്നെ മാനസികമായി ഇവർ തമ്മിലോട്ട് ഇതിനെ ഒരുക്കിയിരിക്കുന്നതിൽ എന്തൊരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പം എന്തിനാ വെറുതെ ഈ വാശി പിടിക്കുന്നത്? അപ്പം അയാളെ ഞാൻ വേറൊരു തരത്തിലാണ് അയാൾ രക്ഷപ്പെടാനുള്ളൊരു ശ്രമത്തിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരരൂപിയെ കണ്ടുമുട്ടുന്ന സീക്വൻസുകളൊക്കെയും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ആടുകളുമായിട്ട് സംസാരിക്കുന്നത്, ആടുകളെ പോച്ചക്കാരി രമണി എന്ന പേര് വിളിക്കുകയും അവളോട് ആ കാലത്തെ ചില അഡോളസൻ ചില ഇഷ്യൂസുകളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന. അപ്പം തന്നെ ഈ ആത്മകഥത്തിലാണല്ലോ സിനിമ മുഴുവൻ, പുസ്തകം മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമയിൽ എങ്ങനെ ആത്മകഥത്തിൽ പറയാൻ പറ്റുമോ? അതായത് ഞാൻ അടുത്ത് ചോദിക്കാറുണ്ട്, എപ്പോഴും ഒരു ഈസി വേ ഔട്ട് ആണ് വോയിസ് ഓവർ ഉപയോഗിക്കുക. നറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര, വോയിസ് ഓവർ വളരെ എളുപ്പമാണ്. ഞാൻ 2 ഇടത്ത് മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് വളരെ വളരെ ചെറിയ രീതിയിൽ മാത്രമായിട്ട്. അത് നമ്മളും വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ
കരയുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ള ചില വാക്കുകളായിട്ടാണ് നമ്മളതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. കാരണം ഈ അർബാബ് അല്ലെങ്കിൽ കഫീൽ, അർബാബും ഞാൻ മാറ്റി. അർബാബ് എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയയിൽ മാത്രം പറയുന്ന ഒരു വാക്കാണ്. പ്രത്യേകിച്ച് സൗദിയിൽ കഫീൽ എന്നാണ്, സൗദി റിയാദ് എന്നാണ് പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിൽ. റിയാദിൽ കഫീൽ എന്നാണ് കഫീൽ കോമൺ ആയിട്ട് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയൊരു സ്റ്റഡി ഞാൻ ഈ പുസ്തകത്തിൻ്റെ മേൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് തന്നെ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതിലേക്ക് എത്താനുള്ള ഒരു മുഖ്യമായ കാരണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇയാൾ ശങ്കരാടി, ചേട്ടൻ EMS, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാം. പക്ഷെ അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ, എത്ര മാത്രം അത് ഉണ്ടാകുന്നൊരു തിയേറ്ററിൽ ഏത് രീതിയിലായിരിക്കും അതിനെ ആൾക്കാർ പ്രതികരിക്കുക. ഇപ്പം പറയുന്ന സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്പേസ് എനിക്കില്ല. ഇയാളെ ഇത്ര ലാഘവത്തോടുകൂടി ഇതിനോട് പെരുമാറുന്നതിനുള്ളൊരു സ്പേസ് എനിക്ക് ഇല്ലാതെ വരുന്നിടത്താണ് ഈ പ്രശ്നം. പക്ഷെങ്കിൽ ഞാൻ ഈ ബന്ധത്തിനെക്കുറിച്ച് അതിലും വളരെ വ്യത്യസ്തമായി ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇയാൾ ആ ആടുമായി ഇടി കിട്ടി വീണ് കിടന്നതിന് ശേഷം ഈ ഒരു ആട്ടിൻകുട്ടി വന്നിട്ട് അയാളോടൊപ്പം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് വളരെ എക്കണോമിക്കലായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ്. അതെ. അപ്പം അവർ തമ്മിൽ ഇതിനേക്കാൾ അപ്പുറമായ ഒരു റിലേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അവന് കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവും ഒക്കെ. അപ്പോൾ അതിന് ഞാൻ ആ കുട്ടിയെ ഞാൻ നബീലെന്ന് തന്നെ വിളിച്ച് ഇത് ചെയ്യണമെന്ന് വാശി പിടിക്കുന്നിടത്തൊക്കെയാണ് ഈ പറഞ്ഞ അയാളെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് തന്നെ ബെന്യാമിൻ അത് കേട്ട് ഇപ്പം തന്നെ ബെന്യാമിൻ്റെ എതിരെ കുറച്ച് പേര് വർത്തമാനം പറയുന്നുണ്ട്. അതിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല. അപ്പം ഇങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ച ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ അവിടെ അല്ലല്ലോ ഒരു ആസ്വാദനം എന്ന് പറയുന്നത്. സിനിമ വേറെയും പുസ്തകം വേറെയും. അപ്പം ഞാൻ അങ്ങനെ അല്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇതിപ്പം ഒരു അഭിപ്രായം വന്നതുകൊണ്ട് പറയുന്നതല്ല. ഞാൻ കാണുന്ന അപ്പം പൃഥ്വിരാജ് നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളുണ്ടാക്കിയെടുത്ത ഒരു നജീബ് ഉണ്ടായിരുന്നു. ആ നജീബിനെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ സാറിൻ്റെ സിനിമകളിലെ റൊമാൻസ്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നജീബിൻ്റെ റൊമാൻസും വളരെ ഒരു ഭയങ്കര ഡെപ്തുള്ള റൊമാൻസാണ് ഇപ്പോഴും കാണാറുള്ളത്. ഇപ്പോൾ തന്മാത്രയിലാണെങ്കിലും ഭ്രമരത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ടച്ചിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി മലയാള സിനിമയിൽ അത്ര നായകനും നായികയും ഇത്ര ഇഴുകിച്ചേരുന്നതൊക്കെ പാട്ടുകളിലോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള സിറ്റുവേഷൻസിലായിരിക്കും. പക്ഷേ ഒരു റെഗുലർ സ്പേസിൽ ഇവരുടെ ഇടയിലുള്ള ഒരു ടച്ചും അവരുടെ റിലേഷൻഷിപ്പും, ഇപ്പോൾ തന്മാത്രയിൽ തന്നെ ടച്ചിനെ പറ്റി രമേശ് എന്നവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇതിൽ പോലും ഇപ്പോൾ നജീബിൻ്റെ മീശ കടിച്ചെടുക്കുന്നുണ്ട് സൈനു. അപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു ഡെപ്ത് എവിടെ നിന്നാണ് സാറ് വരുന്നത്? സാറ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ടാണോ അതോ ഇറ്റ്സ് യുവർ ഇമാജിനേഷൻ ഉള്ളൂ? ഞാൻ ഈ മീശ കടിച്ചെടുക്കുന്ന സീക്വൻസ് ഞാൻ പൃഥ്വിരാജിൻ്റെ അടുത്ത് ആദ്യ കഥ പറയുന്ന ദിവസം പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഒരു കട്ടിയുള്ള മീശ വേണം. ഇയാളുടെ ഒരു എന്താണ് രൂപം കാര്യങ്ങൾ. അവൻ രാജു ചേന്തേട്ട അല്ല, ഈ മീശ ഒരു ഒരു സീക്വൻസിൽ കടിച്ചെടുക്കുന്നുണ്ട് ഇവള്, എന്നിട്ട് പിന്നീട് അവൾ നാക്കിലിട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അന്ന് പാട്ടായിട്ടില്ല, പാട്ടിൻ്റെ സിറ്റുവേഷൻ ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷേങ്കിൽ ഇവരുടെ ഒരു റിലേഷനിൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെയാണോ എൻ്റെ ജീവിതം, എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ മറ്റുള്ളവർ പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അതൊന്നും അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ സിനിമയിലെ അച്ഛന്മാർ ഭയങ്കര മക്കളുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരാളാണ്, അമ്മയേക്കാൾ കൂടുതൽ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മയാണ് ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ളത്. എൻ്റെ അച്ഛൻ എനിക്ക് 3 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛനോടുള്ള എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമായിരിക്കാം എൻ്റെ സിനിമയിലെ അച്ഛന്മാരങ്ങനെ ആകുന്നത് എന്ന് പറയുന്നത്. അപ്പം മനസ്സെവിടെയാണ്, ബുദ്ധി എവിടോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ നമ്മൾ വർക്ക് ചെയ്ത ഒരു ഏരിയ ആണ്. ഇപ്പോൾ അതിൽ സബ് ടൈറ്റിൽസ് ഇപ്പോൾ അറബി ഭാഷ സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ സീൻ മുതൽ അറബി വരുന്നുണ്ട്. അപ്പോൾ അതിൽ
നമ്മൾ സബ് ടൈറ്റിൽസ് കൊടുക്കണ്ട, മലയാളത്തിൽ കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം, നജീബിൻ്റെ ഒരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹം പെട്ടുപോകുന്നൊരവസ്ഥയിൽ പോലെ കൂടെ ഓഡിയൻസ് പോട്ടെ എന്നുള്ളൊരു തീരുമാനം എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ റീസെൻ്റ്ലിയാണ് എടുത്തത്, റിലീസിന് വളരെ കുറച്ച് മുമ്പ് നമ്മൾ. കാരണം മുഴുവൻ സിനിമയ്ക്കും അറബിക്ക് മലയാളം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ ഒരുപാട് പല രീതിയിൽ നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ആദ്യത്തെ തീരുമാനം സബ് ടൈറ്റിൽ കൊടുക്കുക വേണ്ട എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ കാഴ്ച എന്ന സിനിമയ്ക്കും ഇതുപോലെ സബ് ടൈറ്റിൽ ഇല്ലാതെ തന്നെയാണ് ആ സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ആ രീതി വന്നപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സബ് ടൈറ്റിൽ ഇല്ലാതെ വരുമ്പം ആൾക്കാർക്ക് തീരെ എൻഗേജ് ചെയ്യാതെ പോകുന്നു എന്നുള്ളൊരു വലിയൊരു പ്രയാസം വന്നപ്പോഴാണ് പിന്നീട് സബ് ടൈറ്റിലിനെ കുറിച്ച് ചിന്തിച്ചത്. പക്ഷേ എൻ്റെ വെരി എൻഡ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം, ബോംബെയിൽ ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് വീണ്ടും കാണുമ്പോൾ അതിൻ്റെ അകത്ത് ബിഗിനിങ് കുറച്ച് പോർഷൻസ് വേണ്ടാന്ന് തീരുമാനിക്കുന്നത് വെച്ചാൽ, കാരണം ഇത് മനസ്സിലായി കഴിയുമ്പോൾ ഒന്നാമത് അത് പറയുമ്പോൾ ഈ വളരെ കാഷ്വലായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായില്ല എങ്കിൽ ഇതിലും വലിയ കാര്യമാണ് പറയുന്നതെന്ന് മനസ്സിലാവും അല്ലേ, കുറച്ചുകൂടെ ഭയം ഉണ്ടാകും. ഈ ക്യാരക്ടറിനുണ്ടാകുന്ന ഒരു ഭയവും കോംപ്ലക്സും ഒക്കെ ഒന്നും ഒറ്റപ്പെടൽ നമുക്ക് നമുക്കതൊന്നും മനസ്സിലായില്ല. ആ നിസ്സഹായാവസ്ഥയാണ് അയാളുടെ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലായി. കുറച്ച് ആദ്യം ഒന്ന് അൺസെറ്റിൽഡ് ആയിരുന്നെങ്കിലും പിന്നീട് അത് നമ്മളിപ്പം എപ്പോഴും അങ്ങനെയാണല്ലോ, ഈ ഒരു കുറച്ച് സൈക്കോളജിയും കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക്. ഞാൻ മമ്മൂക്ക അടുത്ത് വരെ അഭിനയിച്ചൊക്കെ കാണിക്കുന്ന ഒരാളാണ്. മമ്മൂക്കാൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഇത് എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ ചെയ്യത്തില്ലേ? മമ്മൂക്ക ചെയ്തോളൂ. പക്ഷേ ഒരുപാട് ഞാൻ അങ്ങനെ സന്തോഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പൊട്ടിച്ചിരിച്ചിട്ടുള്ള, ഒരുപാട് റിലാക്സ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളൊന്നും എനിക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. തന്നെയല്ല, ബാല അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം അതിൽ നിന്ന് വളരെ ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. പലരും പറഞ്ഞു, ഗദാമ പോലൊരു സിനിമ വന്നല്ലോ, ഇത് കഥയുടെ പശ്ചാത്തലം മാത്രമല്ല മാറ്റമുള്ളൂ, ഒരു പെൺകുട്ടിയോടെ പോയി പീഡിക്കപ്പെടും. അപ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം ഇതല്ല എൻ്റെ സിനിമ എന്നുള്ളത്. കമ്പാരിറ്റീവ്ലി ഒരു സാധാരണക്കാരൻ്റെ മുഖമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എല്ലാവരും ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിട്ട് കണ്ടു പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെയാണ് എനിക്ക് അങ്ങനെ വിചാരിക്കുന്ന ഒരാളിലുണ്ടാകുന്നൊരു മാറ്റമാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്.